മണിപ്പൂരിൽ ബസ് സർവീസ് പുനരാരംഭിച്ചതിന് പിന്നാലെ ഗതാഗതം തടസ്സപ്പെടുത്താൻ ശ്രമം. കാങ്പോക്പി ജില്ലയിൽ ബസ്സിന് നേരെ പ്രതിഷേധക്കാർ കല്ലെറിഞ്ഞു. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു എന്ന വാർത്ത കൂടി വരുന്നു. വിനിത VG ഡൽഹിയിൽ നിന്നും അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിനിത, സംഘർഷം ഒഴിഞ്ഞ സ്ഥിതിയിലാണ് ഇപ്പോൾ ഗതാഗതത്തിനായി ഈ ബസ് സർവീസുകൾ തുടങ്ങിയത്. പക്ഷേ അപ്പോഴും ഈ പ്രതിഷേധത്തിന് അയവില്ല എന്ന് മനസ്സിലാകുന്നു. എന്താണ് നിലവിലെ മണിപ്പൂരിലെ സാഹചര്യം? എന്താണ് അവിടെ സംഭവിച്ചത്? പ്രജൻ, നിലവിൽ ഈ രാഷ്ട്രപതി ഭരണം തുടരുന്ന മണിപ്പൂരിൽ ഒരു സമാധാന അന്തരീക്ഷം തിരികെ കൊണ്ടുവരുന്നതിനും ഒപ്പം തന്നെ എല്ലാ മേഖലകളിലേക്കും സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിൻ്റെയും കൂടി ഭാഗമായിട്ടായിരുന്നു ഇന്ന് വിവിധ മേഖലകളിലേക്ക് ബസ് സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇംഫാൽ എയർപോർട്ടിൽ നിന്ന് ഈ ചുരാചന്ദ്പൂരിലേക്കും, അതായത് കുക്കി വിഭാഗക്കാർക്ക് വലിയ സ്വാധീനമുള്ള മേഖലയാണ്, ഈ ചുരാചന്ദ്പൂരിലേക്കും ഒപ്പം തന്നെ കാങ്പോക്പിയിലേക്കുമായിരുന്നു ഈ ബസ് സർവീസുകൾ ഉണ്ടായിരുന്നത്. ഇതിൽ ചുരാചന്ദ്പൂരിലേക്ക് ബസ് സർവീസ് സുഗമമായി തന്നെ മുന്നോട്ട് പോയെന്നാണ് നമുക്ക് മണിപ്പൂരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അതേസമയം ഈ കാങ്പോക്പിയിലെ സേനാപതിയിലേക്കുള്ള ബസ് സർവീസാണ് അവിടെ ഉണ്ടായിരുന്ന ഈ കുക്കി വിഭാഗക്കാരാണ് ഈ ബസ് സർവീസുകൾ തടഞ്ഞതെന്നാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. ഇവർ ഈ സർക്കാർ ബസ്സിനു നേരെ കല്ലെറിയുകയും ഒപ്പം തന്നെ ആ സർവീസ് തടസ്സപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് വലിയ സുരക്ഷാ സേനയുടെയൊക്കെ അകമ്പടിയോടുകൂടി തന്നെയാണ് ഈ ആദ്യ സർവീസ് ഈ സംഘർഷബാധിത മേഖലകളിലേക്കടക്കം ഈ ബസ് സർവീസുകൾ പോയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് സ്ത്രീകളടക്കം ഈ ബസ് തടയുന്നതിനും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. പോലീസ് ഇടപെട്ട് അവരോട് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അവർ തയ്യാറായില്ല. തുടർന്ന് ഈ ബസ്സിന് നേരെ കല്ലെറിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഒരു സംഘർഷ സാധ്യത തന്നെയാണ് ഈ കാങ്പോക്പിലടക്കം ഉടലെടുത്തത്. തുടർന്നാണ് ഈ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ലാത്തി ചാർജ് നടത്തുകയും ചെയ്തു. ഇതിൽ പ്രതിഷേധക്കാരിൽ ചിലർക്ക് പരിക്കേറ്റതായിട്ടും അറിയാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ആ മേഖലകളിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ബസ്സിന് നേരെ വലിയ രീതിയിലേക്കുള്ള ആക്രമണം ഉണ്ടായെന്നാണ് ഇപ്പോൾ നമുക്ക് മണിപ്പൂരിൽ നിന്നും ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ടുകൾ. പ്രജിൻ. ശരി, വിനിത VG ആണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും.